ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ESR സ്പെക്ട്രോസ്കോപ്പി അഥവാ ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് കുറേ ക്ലാസ്സുകളായിട്ട് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ന്യൂക്ലിയർ സ്പിന്നിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു ന്യൂക്ലിയസ് മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും ആ ഇൻറ്ററാക്ഷൻ വെച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസും അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതെന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കുറേ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് മുതൽ നമ്മൾ മറ്റൊരു തരം സ്പിന്നിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ സ്പിൻ. നമുക്ക് ESR എന്ന പേര് കേട്ടാൽ തന്നെ ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് എന്ന പേര് കേട്ടാൽ തന്നെ അറിയാം അവിടുത്തെ സ്പിൻ ചെയ്യുന്ന ആൾ ഇലക്ട്രോൺ ആണെന്ന്. ഇലക്ട്രോണിൻ്റെ സ്പിൻ മൂലം ഉണ്ടാകുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ്, അതിൽ നിന്ന് എടുക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ് ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് റേഡിയേഷനാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ താഴോട്ട് പഠിക്കും. ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പിയുടെ മറ്റൊരു പേര് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. ഓക്കെ, ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇലക്ട്രോൺ സ്പിന്ന് അല്ലേ, അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം എല്ലാ ഇലക്ട്രോൺസും സ്പിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ എലമെൻറ്റ്സും ESR സ്പെക്ട്രം കാണിക്കുകയില്ല. എല്ലാ എലമെൻറ്റ്സും ESR സ്പെക്ട്രം നമുക്ക് തരില്ല. അതായത് ഒന്നോ അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള എലമെൻറ്റ്സ് മാത്രമേ ESR ആക്റ്റീവായിരിക്കുകയുള്ളൂ. എന്താണ്? ഒന്നോ അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്, അണ്ടർലൈൻ ദ വേർഡ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള എലമെൻറ്റ്സ് മാത്രമേ ESR ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. ദിസ് ഈസ് ദ പ്രൈമറി കണ്ടീഷൻ ഫോർ ESR സ്പെക്ട്രോസ്കോപ്പി. ESR സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രൈമറി കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണത്? Species having one or more unpaired electrons shows ESR spectrum. ESR spectrum കാണിക്കുന്നത് എലമെൻറ്റ്സിനകത്ത് ഒന്നോ അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ. അപ്പം പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞ ESR സ്പെക്ട്രോസ്കോപ്പിയുടെ മറ്റൊരു പേരാണ് EPR സ്പെക്ട്രോസ്കോപ്പി അഥവാ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന്. പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത് എന്താണ്? എലമെൻറ്റ്സിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. ഇലക്ട്രോൺസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. പാരാമാഗ്നറ്റിക് ബിഹേവിയർ മീൻസ് നമ്മൾ ഒരു എലമെൻറ്റിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു എലമെൻറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ സ്പിന്ന് അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അപ്പോൾ അതിന് ഒരു മാഗ്നറ്റൈസേഷൻ ആ മെറ്റീരിയലിന് കിട്ടും. അതിൻ്റെ ഫലമായി ആ മെറ്റീരിയലിന് ഒരു മാഗ്നറ്റൈസേഷൻ കിട്ടും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആക്ച്വലി അപ്പോൾ അവിടെ പാരാമാഗ്നറ്റിക് ബിഹേവിയറിന് കാരണമായത് എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ സ്പിന്നാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ സ്പിന്ന് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്തത് കൊണ്ടാണ് അവിടെ ആ ഒരു എലമെൻറ്റിന് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പിയെ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. അപ്പം ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി എക്സിബിറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ്, ആക്റ്റീവായിട്ടുള്ള എലമെൻറ്റ്സിന് ചില പ്രത്യേകതകളുണ്ട്. ESR ഫിനോമിനമായി ഈസ് ഷോൺ ബൈ ആറ്റംസ് ഹാവിങ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആറ്റംസിന് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എങ്കിൽ അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. അയോൺസ് ഹാവിങ് പാർഷ്യലി ഫിൽഡ് ഇന്നർ ഇലക്ട്രോൺ ഷെൽസ്. അതായത് ഇലക്ട്രോണിക് ഷെൽസിനകത്ത് പാർഷ്യലി ഫിൽഡ് ആയിട്ടാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ അതും എന്ത് എക്സിബിറ്റ് ചെയ്യും? ESR സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യും. അതർ മോളിക്യൂൾസ് ദാറ്റ് ക്യാരി ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോണിക് ഒറിജിൻ. ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെങ്കിൽ അതെന്താണ്? എക്സിബിറ്റ് ESR സ്പെക്ട്രോസ്കോപ്പി. ഫ്രീ റാഡിക്കൽസ് ഹാവിങ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഫ്രീ റാഡിക്കൽസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എക്സിബിറ്റ് ESR spectroscopy. Molecules with paired electrons and zero magnetic field. Molecules with paired electrons exhibit ESR spectroscopy. അപ്പോൾ ESR spectroscopy exhibit ചെയ്യുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഹാവിങ്
or more unpaired electrons, elementsന് ഒന്നോ അതിലധികമോ unpaired electrons ഉണ്ടെങ്കിൽ they will exhibit ESR spectrum, they will show ESR spectrum. ഓക്കെ, ഇനി ഈ ESR സ്പെക്ട്രം കാണിക്കുന്ന എലമെൻസിനെ ജനറലായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും രണ്ട് അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും. ഏതൊക്കെയാണ്? സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും. സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേന് ഹൈഡ്രജൻ ആറ്റം, നമ്മുടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അത് കണക്ക് തന്നെ ഓക്സിജനത്തിന് രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. NO അതാണ്ട് ഇവിടെ കിടപ്പുണ്ട്, NO2. പിന്നെ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് എന്താണ്? സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ പ്രത്യേകത മുതൽ 1 മുതൽ 5 വരെ അൺപെയർഡ് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. 1 മുതൽ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് വരെ ഉണ്ട് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്. അതേപോലെ തന്നെ റെയർ എർത്ത് എലമെൻസിനകത്ത് എന്തുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിനകത്ത് വരുന്നതാണ് ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോഴത്തേന് CH3, പിന്നെ കാർബീനൊക്കെ ആകുമ്പോഴത്തേന് അതിനകത്ത് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. കാർബീനകത്ത് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ദേ വിൽ ഓൾസോ ഷോ ESR സ്പെക്ട്രം. ESR ആക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ? ഓരോ ഓർഗാനിക് പ്രോസസ്സും നടക്കുന്നുണ്ട് ത്രൂ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് ഓർഗാനിക് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം മിക്ക പ്രോസസ്സുകളും ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പോളിമറൈസേഷൻ. ഇപ്പോൾ പോളിമറൈസേഷൻ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണെന്ന്. പക്ഷേ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്തെടുത്താൽ മതി? ESR സ്പെക്ട്രം എടുത്താൽ മതി. കാരണം ഫ്രീ റാഡിക്കൽസ് ESR ആക്റ്റീവാണ്. അപ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം നടന്നിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും? ESR സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യും. ദേ വിൽ ഷോസ് ദ പീക്ക് കറസ്പോണ്ടിങ് പീക്സ് അവ തരും. മനസ്സിലായി? അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം നടന്നോ, ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ, ഇവിടെ നടന്ന പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണോ എന്നൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? ESR സ്പെക്ട്രോസ്കോപ്പി സഹായിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ESR സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നതാണെന്ന്. അപ്പം നമുക്കറിയാം ആറ്റത്തിന് ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇൻ ഇറ്റ്സ് ഓർബിറ്റ്, അതിൻ്റെ ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആക്സസിൽ സ്പിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ അതിൻ്റെ ആക്സസിൽ സ്പിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇലക്ട്രോൺ അതിൻ്റെ ആക്സസിൽ സ്പിൻ ചെയ്യുമ്പോൾ അതിനൊരു സ്പിൻ കോണ്ടന്റ് നമ്പർ ഉണ്ടായിരിക്കും. സ്പിൻ ചെയ്യുന്ന ഇലക്ട്രോണിന് ഒരു സ്പിൻ കോണ്ടന്റ് നമ്പർ കാണും, സ്പിൻ കോണ്ടന്റ് നമ്പർ S അല്ലേ? വിത്ത് സ്പിൻ കോണ്ടന്റ് നമ്പർ S. ഓക്കെ, ഇനി ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സ്പിൻ ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സ്പിൻ ചെയ്യും അല്ലേ? അപ്പം നമുക്കറിയാം ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റൽ മോഷനും നടത്തുന്നുണ്ട്, അതിൻ്റെ ആക്സസിൽ സ്പിന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്വന്തം ആക്സസിൽ സ്പിന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് സ്പിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പിൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിഹേവ്സ് ലൈക്ക് എ ടൈനി മാഗ്നറ്റ്. അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അപ്പം അതൊരു ടൈനി മാഗ്നറ്റ് കണക്ക് ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പം ടൈനി മാഗ്നറ്റ് കണക്ക് ബിഹേവ് ചെയ്യും. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സ്പിൻ ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സ്പിൻ ചെയ്യും. ഇറ്റ് വിൽ സ്പിൻ ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഓൾസോ ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സ്പിൻ ചെയ്യും. ഓക്കെ, അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്പിൻ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പിൻ
സ്പിൻ ചെയ്യുകയാണ്. എവിടെയാണ് സ്പിൻ ചെയ്യുന്നത്? അതൊരു മാഗ്നറ്റ് കണക്കാണ് ബിഹേവ് ചെയ്യുന്നത്. സോ സ്പിൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ മാഗ്നറ്റിന് ചുറ്റും ഈ മാഗ്നറ്റിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. ദാറ്റ് ഈസ് mu s, spin magnetic moment mu s, and is given by mu s is equal to minus g mu b, spin magnetic moment mu s, that is given by mu s is equal to minus g mu b s. ഇതാണ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ സ്പിൻ സ്റ്റേറ്റ്, ഇതിൻ്റെ സ്പിൻ രണ്ട് ഡയറക്ഷനിലാണ്. സ്പിൻ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഏതൊക്കെയായിരിക്കും? എസ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ആണെങ്കിൽ ഒരു വൺ അൺപെയർഡ് ഇലക്ട്രോൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ കൺസിഡർ ചെയ്താൽ അതിൻ്റെ സ്പിൻ കോണ്ടന്റ് നമ്പർ 1/2 ആണ്. അപ്പോൾ അതിൻ്റെ സ്പിൻ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എത്രയായിരിക്കും? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എം എസ് ഇസ് ഈക്വൽ ടു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് ഹാഫ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ഹാഫ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ സ്പിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുമ്പോൾ പ്ലസ് ഹാഫ് അതിൻ്റെ മാഗ്നറ്റിക് സ്പിൻ കോണ്ടന്റ് നമ്പർ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുമ്പോൾ മൈനസ് ഹാഫ് എന്താണ്? മാഗ്നറ്റിക് സ്പിൻ കോണ്ടന്റ് നമ്പർ. അപ്പം ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് ഒരു ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പോഴുള്ള ഫാക്ടേഴ്സാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റലിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ ആൻ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എല്ലുണ്ട്. അപ്പം ഓർബിറ്റലിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പം ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റവും ഉണ്ട് ഇലക്ട്രോണിന്. അതായത് mu l, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് mu l ഇസ് ഈക്വൽ ടു മൈനസ് mu b ഇൻറ്റു എൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ എന്ത് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിൻ റെസണൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു, അപ്പം ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് mu ഈസ് ഈക്വൽ ടു ആക്ച്വലി mu s പ്ലസ് mu l ആണ്. mu s പ്ലസ് mu l ആണ്. പക്ഷെ നമ്മളിവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ഓർബിറ്റൽ മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് mu is equal to mu s, that is equal to minus g mu b into s, where g is the gyromagnetic ratio, mu b is the Bohr magneton, and s is the spin content number. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടർ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണിൽ നമ്മൾ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഈ രണ്ട് സ്റ്റേറ്റിൽ സ്പിൻ ചെയ്യുമ്പോൾ അവിടുത്തെ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം എനർജി ആയിരിക്കും. സോ എം എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് ആയിരിക്കുമ്പോഴും എം എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ആയിരിക്കുമ്പോഴും ഉള്ള ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് രണ്ട് സ്റ്റേറ്റിന് സെയിം എനർജി. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പിൻ സ്റ്റേറ്റുകൾ ഡീജനറേറ്റ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്പിൻ സ്റ്റേറ്റ്സ് ആർ ഡീജനറേറ്റ്. സ്പിൻ സ്റ്റേറ്റുകൾ ഡീജനറേറ്റ് ആണ്. അതായത് രണ്ട് സ്റ്റേറ്റിന് സെയിം എനർജിയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഒരു ഇലക്ട്രോണിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഇലക്ട്രോണിലേക്ക് അപ്ലൈ ചെയ്യുന്നു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിൽ സ്പിൻ ചെയ്യുന്നുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസിലും സ്പിൻ ചെയ്യുന്നുണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് എം എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് സ്പിൻ അപ്പ് സ്റ്റേറ്റ് എന്നും എം എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫിനെ സ്പിൻ ഡൗൺ സ്റ്റേറ്റ് എന്നും വിളിക്കും. എം എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഹാഫിനെ നമ്മൾ സ്പിൻ അപ്പ് സ്റ്റേറ്റ് എന്നും എം എസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 സ്പിൻ ഡൗൺ സ്റ്റേറ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഇലക്ട്രോണിന് ഒരു സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഇറ്റ് വിൽ ഇൻ്ററാക്ട് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. അതിൻ്റെ ഫലമായി അവിടെ ഒരു ഇൻ്ററാക്ഷൻ എനർജി ഉണ്ടാകും. ആ ഇൻ്ററാക്ഷൻ എനർജി ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോട്ട് ബി. ഓക്കെ, അപ്പം മ്യൂ ഡോട്ട് ബി, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ. ദെർഫോർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ബി കോസ് തീറ്റ, വേർ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു
കോസ് തീറ്റ ഈക്വൽ ടു MS/S ആണ്. MS/S ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചത് മ്യൂ ഇസ് ഈക്വൽ ടു -G/μB/S. ഓക്കെ, അപ്പം ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ മൈനസ് പ്ലസ് ആവും -G/μB കോസ് തീറ്റയ്ക്ക് വരെ MS/S. ഇവിടെ ആൾറെഡി ഒരു S ഉണ്ട്, അപ്പോൾ ഈ എസ്സും ക്യാൻസലായി പോവും, ബാക്കി G/μB/MS എന്ന് വരും. ഓക്കെ, ഇതാണ് ഇൻ്ററാക്ഷൻ എനർജി. ഒരു അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ ഇൻ്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് E is equal to ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B. E is equal to G/μB/MS ആണ് ഇവിടുത്തെ ഒരു ഇലക്ട്രോണിൻ്റെ ഇൻ്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു വൺ അൺപെയർഡ് ഇലക്ട്രോൺ സിസ്റ്റമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 2 സ്പിൻ സ്റ്റേറ്റുകളുണ്ട്. MS is equal to +12 അഥവാ അപ്പ് സ്റ്റേറ്റ്, MS is equal to -12 അഥവാ ഡൗൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം +12 എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് സ്പിന്നും -12 എന്ന് പറയുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നുമാണ്. അപ്പോൾ നമ്മൾ MS is equal to +12 എന്ന് പറയുന്നത്, നേരത്തെ രണ്ടിനും സെയിം എനർജി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ MS is equal to +12 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? E is equal to 1/2 G/μB/B എന്നും MS is equal to -12 എന്ന് കൊടുക്കുമ്പം E is equal to -1/2 G/μB/B എന്നും കിട്ടും. 2 വാല്യൂസ് കിട്ടും. അതായത് ഇവർക്കിടയിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് G/μB/B എന്ന് കിട്ടും. അതായത് MS is equal to +12 എന്ന് പറയുന്നത് അപ്പ് സ്റ്റേറ്റ് ആണ്. അപ്പ് സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ സ്റ്റേറ്റ്. MS is equal to -12 എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ സ്റ്റേറ്റ് ആണ്. അതിനെ നമ്മൾ ബീറ്റ സ്റ്റേറ്റ് എന്നും വിളിക്കും. എന്താണെന്ന് വിളിക്കും? ആൽഫ സ്റ്റേറ്റും ബീറ്റ സ്റ്റേറ്റും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഒരു ഡീജനറേറ്റ് ആയിട്ടിരുന്ന എനർജി സ്റ്റേറ്റുകൾ എന്തായിട്ട് മാറി? നോൺ ഡീജനറേറ്റ് ആയിട്ടാണ് മാറി. നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പിൻ സ്റ്റേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സ്പിൻ സ്റ്റേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്തു. അവർക്കിടയിലുള്ള എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ΔE ഈസ് ഈക്വൽ ടു E12 അപ്പ് സ്റ്റേറ്റ് മൈനസ് ഡൗൺ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് G/μB/B എന്ന് കിട്ടും. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 സ്റ്റേറ്റ്സ് ഈസ് ഗിവൺ ബൈ ഇതാണ്ട് ഈ സ്റ്റേറ്റുകളുടെ എനർജി ഡിഫറൻസ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. MS is equal to -12ഉം MS is equal to +12ഉം 2 സ്റ്റേറ്റുകളായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇവർക്കിടയിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു G/μB/B ആണ്. G is the gyromagnetic ratio, μB is the Bohr magneton, B is the applied magnetic field. ഓക്കെ, അപ്പം ഈ എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പ് സ്റ്റേറ്റ് ഡൗൺ സ്റ്റേറ്റിൽ നിന്നും ഇലക്ട്രോൺസ് അപ്പ് സ്റ്റേറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ സ്പിൻ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യും. സ്പിൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എനർജി ഡിഫറൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കൊടുത്താൽ മാത്രമേ റെസൊണൻസ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുകയുള്ളൂ. സോ എന്ത് ചെയ്യും? നമ്മൾ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ GB ആണേ, തെറ്റാണിത്. G/μB/B. ഓക്കെ, അപ്പം ΔE ഈസ് ഈക്വൽ ടു hν which is equal to G/μB/B ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ന്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു G/μB/B ഡിവൈഡഡ് ബൈ H അല്ലേ? H നമ്മൾ ഇവിടെ GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. ഒരു ഇലക്ട്രോണിൻ്റെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് G ഈസ് ഈക്വൽ ടു 2.0023 ആണ്. 2.0023 ആണ്. μB എന്ന് പറയുന്നത് എന്താണ്? ബോർ മാഗ്നറ്റോൺ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.274 ഇൻറ്റു 10⁻⁻24 ആണ്. അത് കണക്ക് തന്നെ B എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്കതൊരു B ഈസ് ഈക്വൽ ടു 0.37 ടെസ്ല എന്ന് കൊടുക്കാം, 34 ടെസ്ല എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ
എച്ച് എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഇത്രയും വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഇസ് ഈക്വൽ ടു 9528 മെഗാഹെഡ്സ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ് ഫോൾസ് ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോവേവ് റീജിയൻ. that is the frequency falls in the microwave region. So നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ എന്ത് റേഡിയേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്? മൈക്രോവേവ് റേഡിയേഷൻ അപ്ലൈ ചെയ്യണം. മൈക്രോവേവ് റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ട്രാൻസിഷൻ, in order to make the transition from an electron from the ground state to excited state we have to apply a microwave radiation. ഒരു മൈക്രോവേവ് റേഡിയേഷൻ കൊടുക്കണം. അപ്പം ആ മൈക്രോവേവ് റേഡിയേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യത്തുള്ളൂ. ഈ കേസിൽ ഇതിൽ ESR സ്പെക്ട്രോസ്കോപ്പിയിൽ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇവിടെ ദ ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു GB mu B B by H ആണ്. GB mu B B by H, where G is the gyromagnetic ratio, mu B is the Bohr magneton, B is the applied magnetic field, H is the Planck's constant. So ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ലാർമർ ഫ്രീക്വൻസി എന്ന്. എന്തെന്ന് വിളിക്കും? ലാർമർ ഫ്രീക്വൻസി എന്ന്. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? റെസൊണൻസ് കണ്ടീഷൻ ഓഫ് ESR സ്പെക്ട്രം എന്ന്. ഇതാണ് ESRൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഇലക്ട്രോണിന് എന്തുണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ആറ്റംസ് ഹാവിങ് വൺ ഓർ മോർ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ESR സ്പെക്ട്രം കാണിക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ അതാണ്. രണ്ടാമത് അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും ഉണ്ട്, അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും ഉണ്ട്. അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ വരുന്നതാണ് ഫ്രീ റാഡിക്കൽസ്. സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണ് ഹൈഡ്രജൻ ആറ്റം, ഏതാണ് നമ്മുടെ ഓക്സിജൻ, പിന്നെ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്, റെയർ എർത്ത് എലമെൻറ്റ്സ്, ഇതൊക്കെ ഏതാണ്? സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ വരുന്നതാണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പോൾ അത് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ടൈനി മാഗ്നറ്റ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് μs which is equal to -G mu B into S. Okay, when the spinning electron is placed in a magnetic field, the spin magnetic moment interact with the magnetic field and produces an interaction energy E is equal to minus mu dot B, which is equal to minus mu B cos theta, which is equal to G mu B B into ms. Okay, in the absence of magnetic field, the spin states, that is ms is equal to plus half, that is the up state, and ms is equal to minus half, the down state, will have the same energy in the absence of magnetic field. So the two spin state are degenerate. Okay, when we apply a magnetic field, the spin state will split with the energy. Spin up state having energy E half is equal to 1/2 G mu B B, and spin down state having energy equal to minus half G mu B into B. So the spin state will split and the degeneracy will lost. The degeneracy of the system will be lost. So the two spin state have different energies, and there will be the energy difference between the two spin states, that is the up state and the down state, is given by delta E is equal to G mu B B. So in order to make a transition from down state to up state, we have to apply an energy in the energy corresponding to the in the range microwave region. We have to apply an energy H nu which falls in the microwave region. Okay, then the electron will make a transition from down state to up state, or the spin state will change. The spin state will change, and this is the condition for this is the resonance condition for ESR spectroscopy. Okay.